കാസർകോട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ അറസ്റ്റിലായെങ്കിലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഗഫൂർ ഹാജിയിൽ നിന്നും പ്രതികൾ തട്ടിയെടുത്ത 596 പവൻ സ്വർണത്തിൽ 92 പവൻ സ്വർണം മാത്രമാണ് ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള 504 പവൻ സ്വർണം എവിടെ? ഇതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു ചില നിർണായകമായ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. പ്രതികൾക്ക് ഉന്നത ബന്ധമെന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ. ഈ ഉന്നത ബന്ധമാണ് പ്രതികളുടെ അറസ്റ്റ് അടക്കം വൈകിപ്പിച്ചതെന്ന് ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നു. ഇവരുടെ ആഡംബര വസതിയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളും ആക്ഷൻ കൗൺസിൽ പുറത്തുവിട്ടു. കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, നേരത്തെ തന്നെ ഈ ആക്ഷൻ കൗൺസിൽ ഉന്നയിച്ച ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിൽ ഒന്നായിരുന്നു പ്രതികളെ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 1.5 വർഷത്തോളം കേസിന്റെ അന്വേഷണം നീണ്ടുപോയത്. പ്രതികളെ അറസ്റ്റ് ചെയ്യാനൊക്കെ വൈകിയെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ആക്ഷൻ കൗൺസിൽ ഉന്നയിച്ചതാണ്. അത് ശരിവെക്കുന്നതാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ? ഈ ആരൊക്കെയാണ് പ്രതികൾക്ക് വേണ്ടി, പ്രതികളുടെ അറസ്റ്റ് ഉൾപ്പെടെ വൈകിപ്പിച്ചത് എന്ന് ആക്ഷൻ കൗൺസിൽ ഉന്നയിക്കുന്നത് ആരുടെയൊക്കെ പേരുകളാണ്? ടോമെ, ആക്ഷൻ കമ്മിറ്റി തുടക്കത്തിലെ തന്നെ ഈ കാര്യത്തിൽ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതായത് ഇവർക്ക് ഉന്നതതല ബന്ധമുണ്ട്. അതുകൊണ്ടാണ് 2023 ഏപ്രിൽ 14 നടന്ന ഒരു കൊലപാതകം 1.5 വർഷത്തിന് ശേഷം മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. തുടക്കത്തിൽ പോലീസ് അന്വേഷണത്തിൽ യാതൊരുവിധ തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വിവാദമായിരിക്കുന്നത് AP അബ്ദുൾ മുസ്ലിയാർ കാന്തപുരം ഈ വീട് സന്ദർശിക്കുന്ന ആ ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ ജിന്നുമ്മയുടെ ഈ ആഡംബര വീട്ടിലേക്ക് AP അബൂബക്കർ മുസ്ലിയാർ എത്തുന്ന ആ ദൃശ്യം, ഇവരുടെ വീടിനകത്തൊക്കെ ഈ ഒരുപാട് അണികളൊപ്പമാണ് അവിടെ എത്തിയത്. പക്ഷേ ഇപ്പോൾ ഈ AP വിഭാഗം സംഘാടകർ പറയുന്നത് ഇവിടെ ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയപ്പോൾ ഇവരുടെ ഈ പ്രവർത്തകൻ പറഞ്ഞതിനനുസരിച്ച് ആ വീട്ടിലേക്ക് പോയി എന്നാണ്. പക്ഷേ ആക്ഷൻ കമ്മിറ്റി അപ്പോഴും പറയുന്നത് ഇത് മാത്രമല്ല, ഒരുപാട് ഉന്നതരുമായി ഇവർക്ക് ബന്ധമുണ്ട്, പലരും ഈ വീട്ടിൽ വന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇത്രത്തോളം വൈകിപ്പിക്കാൻ കാരണമെന്നാണ്. ഇതൊരു ഗഫൂർ ഹാജിയുടെ ഒരു പണം തട്ടിയ കേസ് മാത്രമല്ല, നമുക്കറിയാം ഹണി ട്രാപ്പിൽ ഉൾപ്പെട്ട അതായത് അത്തരത്തിലുള്ള ഒരു പ്രതിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഈ AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം അദ്ദേഹം വരുന്ന ആ ദൃശ്യമുള്ളത്. എന്തായാലും വലിയ വിവാദമായിട്ടുണ്ട് ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി. ആക്ഷൻ കമ്മിറ്റിയുടെ ആ ആരോപണം, തുടക്കത്തിലുള്ള ആരോപണം അത് ബലപ്പെടുത്തുന്ന, ആ ആക്ഷേപം ബലപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യം. ഇതുപോലെ നിരവധി പേർ ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് ഈ ജിന്നുമ്മ ഈ വീട് വാങ്ങിയത്. പിന്നീട് ലക്ഷങ്ങൾ ചിലവഴിച്ച് ഈ വീട്ടിനെ മോടി കൂട്ടുകയായിരുന്നു. ഇത്തരത്തിൽ ആഡംബര വീട്, നമുക്കറിയാം അതിന് ചുറ്റും മതിലൊക്കെ കാണാം, വലിയ മതിലൊക്കെ കെട്ടി അതിനകത്ത് ആരെങ്കിലും എത്തിയാൽ പോലും മനസ്സിലാകാത്ത രീതിയിൽ അത്രത്തോളം വലിയ ഒരു വീട്ടിലാണ് ഈ സംഭവം നടന്നത്. മാത്രമല്ല ഇവിടെ നിന്നാണ് നിരവധി 5000-ലധികം ഏലസും അതുപോലെ തന്നെ മാന്ത്രിക തകിടും ഒക്കെ കണ്ടെത്തുന്ന സാഹചര്യമുണ്ട്. അതായത് ഈ വീട് കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ സകല തട്ടിപ്പും നടന്നിരുന്നത്. ആ വീട്ടിലേക്കാണ് ഇത്തരത്തിലൊരു നേതാവ് എത്തുന്നതിന്റെ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നത്. എന്തായാലും തീർച്ചയായും ആത്മീയതയുടെ മറവിൽ, മന്ത്രവാദത്തിന്റെ മറവിൽ നിരവധി ആളുകളിൽ നിന്നും പണം തട്ടുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തികമായ നേട്ടം ഇവർ സ്വന്തമാക്കുന്നു. ഈ AP അബൂബക്കർ മുസ്ലിയാറുമായി ഏത് രീതിയിലുള്ള ഒരു ബന്ധമായിരുന്നു? ഒരുപക്ഷെ ഈ മുസ്ലിയാർക്കും ഇവരുടെ ഈ തട്ടിപ്പ് രീതിയെ കുറിച്ച് ഒരുപക്ഷെ അറിവില്ലായിരിക്കാം. ഇതിനുശേഷം ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന ശേഷം AP വിഭാഗവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ടോ? അവരെന്താണ് വിശദീകരിക്കുന്നത്? ഈ പ്രതികളുമായി, ഈ ജിന്നുമ്മ ഉൾപ്പെടെയുള്ള തട്ടിപ്പ് സംഘങ്ങളുമായി എങ്ങനെയുള്ളൊരു ബന്ധമായിരുന്നു? അങ്ങനെ ഒരു വലിയ വ്യക്തിബന്ധം ഉണ്ടായിരുന്നോ? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ ബൈജു?
കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ഏതെങ്കിലും തരത്തിൽ ഇവരുടെ തട്ടിപ്പ് അറിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ഒരു ആളുടെ വീട്ടിലേക്ക് ഒരു കാരണവശാലും അദ്ദേഹം വരില്ല. അതും പ്രത്യേകിച്ച് വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. അദ്ദേഹം ഒരിക്കലും എത്തില്ല. എന്തായാലും AP വിഭാഗം ഇപ്പോൾ പറയുന്നത് അവിടെ ഒരു പള്ളി ഉദ്ഘാടനത്തിനായി അദ്ദേഹം എത്തിയതാണ്. അപ്പോൾ ഒരു പ്രവർത്തകൻ ഇത്തരത്തിൽ ഈ വീടൊന്ന് സന്ദർശിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹ്രസ്വ സന്ദർശനം മാത്രമായിരുന്നു അതെന്നാണ് പറയുന്നത്. എന്തായാലും അപ്പോഴും ഈ ആക്ഷൻ കമ്മിറ്റി നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു ഒരു വലിയ ആരോപണം ഇവർക്ക് ഉന്നതരുമായി വലിയ ബന്ധമുണ്ട് എന്ന് തന്നെയാണ്. അത് കേസ് അട്ടിമറിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയതും ആ ഉന്നത ബന്ധം കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ ഈ അറസ്റ്റ് ഉൾപ്പെടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമായിരിക്കാം കൊലപാതക കേസ് ഉൾപ്പെടെ ഇവർക്ക് ചുമത്തിയതെന്നും ഈ ആക്ഷൻ കമ്മിറ്റി വിശ്വസിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇവരെ പ്രതികളെ പിടികൂടിയപ്പോഴും അതിൽ പല ഇടപെടലുകളും ഉണ്ടായി, മുകളിൽ നിന്നുള്ള വിളി ഉണ്ടായി എന്നൊക്കെ അറിയാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊരു ദൃശ്യം മാത്രമാണ് പുറത്തു വന്നത്. ഇത്തരത്തിൽ കൂടുതൽ പേർ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആൾക്കാരൊക്കെ ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ ഈ ആക്ഷൻ കമ്മിറ്റി എന്തായാലും പറയുന്നുണ്ട്. ഏതായാലും AP അബൂബക്കർ മുസ്ലിയാർക്ക് ഇവരുടെ തട്ടിപ്പ് മനസ്സിലായിട്ടല്ല വീട്ടിലേക്ക് വന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരു ജാഗ്രത കുറവ് ഉണ്ടായി എന്ന് പറയണം. കാരണം ഒരു കൊലപാതക കേസ് അതല്ലെങ്കിൽ ഒരു ഇത്തരത്തിൽ സ്വർണം ഇരട്ടിപ്പിക്കുന്ന കേസ് മാത്രമല്ല ഇവരുടെ പേരിലുള്ളത്. ഹണി ട്രാപ്പ് കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതിയാണ്. അതും 10 വർഷത്തിന് മുമ്പ് അതിന് ഹണി ട്രാപ്പിൽ ഉൾപ്പെട്ടതാണ്. അതിനുശേഷം ആണ് ഈ കാന്തപുരം മുസ്ലിയാർ ഈ വീട്ടിലേക്ക് സന്ദർശിക്കുന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ ദൃശ്യം ഇപ്പോൾ പുറത്തുവന്നതോടുകൂടി ഇവർ ഏതായാലും വലിയ സ്വാഭാവികമായും ജാഗ്രത കുറവ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഈ രീതിയിൽ ഹണി ട്രാപ്പിലടക്കം കുടുങ്ങിയിട്ടുള്ള പ്രതികളായിട്ടുള്ള ജിന്നുമ്മയെ പോലെയുള്ള ആളുകളുടെ അടുത്ത് അദ്ദേഹം എത്തിയെങ്കിൽ അത് കൃത്യമായ വീഴ്ച ആരുടെ ഭാഗത്താണ് ഉണ്ടായത് ഇതുൾപ്പെടെ പരിശോധിക്കേണ്ട വിഷയമാണ്. ബൈജു, നേരത്തെ ആക്ഷൻ കൗൺസിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി, കേസ് അട്ടിമറിക്കാൻ വേണ്ടി ചില ഉന്നതരുടെ ഫോൺ കോളൊക്കെ പോലീസിന് ചെന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിന്റെ അന്വേഷണം ഇത്രയധികം നീണ്ടതെന്നാണ്. അത് ആരൊക്കെ ആയിരിക്കാം ഈ പ്രതികൾക്ക് വേണ്ടി പോലീസ് ഉന്നതരെയൊക്കെ വിളിച്ചത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ ബൈജു? അക്കാര്യത്തിൽ ആരൊക്കെയാണെന്ന കാര്യത്തിൽ ആക്ഷൻ കമ്മിറ്റി ഇതുവരെ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ അപ്പോഴും അത് ഈ പ്രത്യേക അന്വേഷണ സംഘം, നിലവിലുള്ള അന്വേഷണ സംഘം അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനാണ് ഈ 11 ദിവസം ഇവരെ ഈ ജിന്നുമ്മ ഉൾപ്പെടെ, ജിന്നുമ്മയുടെ ഭർത്താവ് ഉൾപ്പെടെ ഈ 4 പേരെയും കസ്റ്റഡി ആവശ്യപ്പെട്ട് ഈ കോടതിയെ സമീപിച്ചിരുന്നത്. പക്ഷേ 3 ദിവസം മാത്രമായിരുന്നു കസ്റ്റഡി കിട്ടിയിരുന്നത്. ഇന്നലെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് വീണ്ടും കോടതി രാജിലേക്ക് ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഇത്തരത്തിലുള്ള ഇവരുടെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട്. അത് ഇതുവരെ പോലീസിന് നടത്താൻ കഴിച്ചിട്ടില്ല കസ്റ്റഡി കാലാവധിയിൽ. കാരണം സ്വർണം 92 പവൻ സ്വർണം വീണ്ടെടുക്കാനായി അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പും മറ്റു കാര്യങ്ങൾക്കുമായി ഈ 3 ദിവസം വേണ്ടി വന്നു. ഇനിയുള്ളത് ഇവരുടെ ഈ സംഘത്തിലെ പ്രധാനമായും ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ട്. അവരാരൊക്കെയാണ്, ഇവർ ഏതെല്ലാം തരത്തിലുള്ള ഉന്നത ബന്ധങ്ങളുണ്ട്, അതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും അന്വേഷണ സംഘത്തിന്റെ പക്കൽ ഇതിന് സൂചനകളൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവരെ ഫോൺ കോൾ, കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ ഫോൺ കോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിർണായക വിവരങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനും ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനും ഒക്കെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ കസ്റ്റഡി കാലാവധി ഇന്നലെ അവസാനിച്ച് ഇവരെ കോടതിയിൽ ഹാജരാക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും നാളെയോ മറ്റന്നാളോ കൂടി ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. ഒരുപക്ഷെ 5 ദിവസത്തെ കസ്റ്റഡി ആയിരിക്കും ആവശ്യപ്പെടുക. ഇതിനിടയിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു കൊലപാതകം മാത്രമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. നിരന്തരം ഇവരെ ചോദ്യം ചെയ്തിട്ടും അതിനൊന്നും സഹകരിക്കാത്ത ഒരു സ്ത്രീയാണ് ഈ ജിന്നുമ്മ എന്ന് പറയുന്നത്. എന്തായാലും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കേസ് കണ്ടെത്താൻ സാധിച്ചത്. അപ്പോഴും ഈ 596 പവൻ സ്വർണ്ണാഭരണങ്ങളിൽ നിന്നും 92 പവൻ മാത്രമേ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി വരുന്ന സ്വർണം കണ്ടെത്തുന്നത് സഹകരിച്ചിരുന്നില്ല. കഴിഞ്ഞ 3 ദിവസം പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിട്ടും ഈ സ്വർണം എവിടെയാണ് ഒളിപ്പിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലും ഇവർ പോലീസിനോട് വ്യക്തമായി തുറന്നു പറഞ്ഞുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ 504 പവൻ സ്വർണം എവിടെ ഉണ്ടെന്ന പോലീസിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതും. അങ്ങനെയെങ്കിൽ പോലീസ് ഇനിയും ഈ പ്രതികളെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡി അപേക്ഷയുമായി കോടതിയെ സമീപിക്കുമോ? എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം?
അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് പറഞ്ഞത്. കാരണം ഇനി ഇത് കേസ് വൈകുന്നത് അത്രത്തോളം ബുദ്ധിമുട്ടാണ്. ഈ സ്വർണം ഇവർ കാസർകോട്ടെ പല ജ്വല്ലറികളിൽ വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ സഹകരണ സംഘത്തിൽ പണയം വെച്ചിട്ടുണ്ട്. ആ വസ്തുക്കളൊക്കെ കണ്ടെത്തേണ്ടത്. നേരത്തെ ചട്ടഞ്ചാലിനടുത്ത് ഒരു ബാങ്കിൽ 11 പവൻ ഇത്തരത്തിൽ ഇവർ പണയം വെച്ചിട്ടുണ്ട്. ആ സ്വർണം തിരിച്ചെടുക്കാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും 100 പവനോളം സ്വർണം മാത്രമേ ഇതിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. എന്തായാലും ഈ സ്വർണം മുഴുവൻ കണ്ടെടുക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. അതിനായി ഇവരെ വിശദമായ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനും അപ്പുറമാണ് ഈ ഉന്നത ബന്ധം എന്ന് പറയുന്നത്. ഇവർക്ക് ഏതെല്ലാം ആളുകളിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട്, ഈ സംഘത്തിൽ മറ്റ് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അതിനു കൂടിയാണ് ഈ 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും 5 ദിവസം കസ്റ്റഡി ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെയോ മറ്റന്നാളോടുകൂടി ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. പ്രധാനമായും ഈ ജിന്നുമ്മയാണ് ചോദ്യം ചെയ്യേണ്ടത്. ജിന്നുമ്മയാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരക. അതോടൊപ്പം ഇവരുടെ ഭർത്താവും. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇത്തരത്തിൽ വലിയ തട്ടിപ്പുകൾ നടത്തിയത്, കോടികൾ സമ്പാദിച്ചത്. ആ ആഡംബര വീട് തന്നെ ഇതിന് തെളിവാണ്. അത്രത്തോളം വലിയൊരു വീട്, ആ വീടിനകത്ത് ആണ് ഈ മന്ത്രവാദവും മറ്റു കാര്യങ്ങളെല്ലാം നടന്നിരുന്നത്. അതുകൂടാതെ ഈ സമ്പന്നന്മാരായതുകൊണ്ട് തന്നെ പലരും പരാതി നൽകാൻ തയ്യാറാകാത്തതും ഈ അന്വേഷണത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പോലീസ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്. കാസർകോട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതികൾക്ക് ഉന്നത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല ഇനിയും ഈ പ്രതികളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സ്പോട്ട് ലൈവിന്